നമസ്കാരം. ഓപ്പൺ ഫോറത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായത് വൻ വിജയമാണ്. LDF-നുണ്ടായതാകട്ടെ കനത്ത പരാജയവും. സംസ്ഥാന ഭരണത്തിന്റെ വികസന നേട്ടങ്ങൾ വോട്ടായി മാറുമെന്ന ഇടതുമുന്നണിയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടായത് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം സ്വന്തമാക്കി BJP നേതൃത്വത്തിലുള്ള NDA മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിൽ കരുത്തുകാട്ടി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഫൈനൽ മത്സരത്തിന് മുന്നോടിയായുള്ള സെമി ഫൈനൽ പോരാട്ടമായാണ് മുന്നണികൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. ആ സെമി ഫൈനൽ പോരാട്ടത്തിൽ UDF വിജയിക്കുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒരുങ്ങുന്ന UDF-ന് കരുത്തു നൽകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം LDF-ന്റെ തുടർ ഭരണ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുമോ? ഈ വിഷയമാണ് ഓപ്പൺ ഫോറം ഇന്ന് പരിശോധിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM നേതാവ് അഡ്വക്കേറ്റ് KJ ജോസഫ്, കോൺഗ്രസ് നേതാവ് കല്ലിങ്കിയിൽ പത്മനാഭനൊപ്പം BJP നേതാവ് AP ഗംഗാധരൻ എന്നിവരാണ്. ശ്രീ KJ ജോസഫ്, ആദ്യം തന്നെ ഞാൻ താങ്കളിലേക്ക് വരാം. വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ, ഒരു മാസം നീണ്ട പ്രചരണ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് LDF ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വലിയ വിജയ പ്രതീക്ഷകളാണ് ഈ പ്രചരണ ഘട്ടത്തിലും വോട്ടെടുപ്പിന് തൊട്ടു മുൻപും വോട്ടെടുപ്പിന് ശേഷവും LDF മാധ്യമങ്ങളോട് ഉൾപ്പെടെ പങ്കുവയ്ക്കുകയും ചെയ്തത്. വികസന നേട്ടങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയായിരുന്നു മന്ത്രിമാരും നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. പക്ഷേ എന്താണ് സംഭവിച്ചത്? വലിയ പരാജയം നേരിടേണ്ടി വന്നിരിക്കുന്നു LDF-ന്. എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? ഈ ത്രിതല പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 2 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള റിസൾട്ട് വന്ന് നോക്കുമ്പോൾ കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ടെന്ന് വസ്തുതയാണ്. അത് സംബന്ധിച്ച് CPIM പ്രത്യേകിച്ചും ഇടതുപക്ഷവും അത് സംബന്ധിച്ച് കൃത്യമായി വിലയിരുത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തീരുമാനങ്ങളെ സംബന്ധിച്ച് ഒരു ധാരണ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. എന്നാൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ്. ഇനി നിയമസഭയിൽ ഇതെല്ലാം ബാധിക്കുമെന്നുള്ള വലിയ തോതിലുള്ള പ്രചരണമാണ് UDF-ന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ NDA BJP-യുടെ നേതൃത്വം കൊടുക്കുന്ന NDA-യുടെ ഭാഗത്തുനിന്ന് നടക്കുന്നു. എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ അടിസ്ഥാനപരമായ വോട്ട് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ കാണാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കിട്ടിയത് 82.19 ലക്ഷം വോട്ടുകളാണ്. എന്നാൽ 66.66 ലക്ഷം വോട്ടുകളാണ്. എന്നാൽ അതിൽ നിന്നും 16 ലക്ഷം വോട്ട് വർദ്ധിച്ച് ഇപ്പോൾ അത് 82.16 ലക്ഷമായി മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ ഈ ത്രിതല പഞ്ചായത്തിൽ ഇടതുപക്ഷം വളരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ പലതരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായി എന്ന് പറയുമ്പോഴും പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പന്തളം BJP 21 സീറ്റോടുകൂടി കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ വരികയും 5 വർഷം ഭരണം നടത്തുകയും ചെയ്ത പന്തളത്ത് ഇടതുപക്ഷം ഇപ്പോൾ ഭരണം പിടിച്ചിരിക്കുകയാണ്. അവിടെ BJP 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന നിലയാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉന്നയിക്കാൻ പോകുന്ന ശബരിമല വിഷയമാണ് പ്രധാനമായിട്ടും ഉന്നയിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും എനിക്ക് മനസ്സിലാകും. എന്നാൽ ഈ ശബരിമല ഉൾക്കൊള്ളുന്ന പഞ്ചായത്ത് റാന്നിക്കടുത്തുള്ള പെരുന്നാട് പഞ്ചായത്ത്, ആ പെരുന്നാട് പഞ്ചായത്ത് ഇതുവരെ UDF ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ പഞ്ചായത്ത് ഇപ്പൊ LDF-ന് തിരിച്ചു കിട്ടുന്ന നിലയുണ്ടായി. എന്ന് പറഞ്ഞാൽ ശബരിമല ഉൾക്കൊള്ളുന്ന പഞ്ചായത്തിന്റെ സ്ഥിതിയാണ്. ആ ശബരിമല ഉൾക്കൊള്ളുന്ന ജില്ലാ പഞ്ചായത്ത് ചിറ്റ, അത് ഇതുവരെ UDF-ന്റെ കയ്യിലായിരുന്നു. അതും LDF തിരിച്ചു പിടിക്കുന്ന നിലയുണ്ടായി. അപ്പോൾ ആ നിലയിൽ പാലക്കാട് കുമാരൻ പുത്തൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത്, ആ പഞ്ചായത്ത് ഇതുവരെ UDF ആയിരുന്നു ഭരിച്ചിരുന്നത്. അത് LDF തിരിച്ചു പിടിക്കുന്ന നിലയുണ്ടായി. സംസ്ഥാനത്തെ ഏക ആദിവാസി പഞ്ചായത്തായിട്ടുള്ള ഇടമലക്കുടി ഇതുവരെ UDF ആയിരുന്നു ഭരിച്ചിരുന്നത്. അത് ഇടതുപക്ഷം തിരിച്ചു പിടിക്കുന്നുണ്ടായി. അപ്പൊ ഇങ്ങനെ വലിയ പരാജയം ഉണ്ടായി എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളേറെ 16 ലക്ഷം വോട്ടുമായി LDF മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല വളരെ നിർണായകമായിട്ടുള്ള ചില വിജയങ്ങൾ അത് പന്തളം ഉൾപ്പെടെ LDF-ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ
കേരളത്തിലെ ഏറ്റവും സീറ്റുകളുള്ള പ്രധാനപ്പെട്ട ജില്ലകൾ, അത് 7ഓളം ജില്ലകൾ. ആ ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് തിരുവനന്തപുരം, ഒന്ന് കൊല്ലം, ഒന്ന് ആലപ്പുഴ, ഒന്ന് പാലക്കാട്, പിന്നെ കണ്ണൂർ. ഈ പ്രധാനപ്പെട്ട 6 ജില്ലകളിൽ LDFന്റെ നില മോശമായിട്ടില്ല എന്ന് കാണാവുന്നതാണ്. എന്നാൽ UDFനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം എന്നും UDFന്റെ കൂടെ നിന്ന ജില്ല തന്നെയാണ്. എറണാകുളം അതും ഒരു പരിധിവരെ UDFന്റെ കൂടെ നിന്നെയാണ്. ഈ 2 ജില്ലകളിൽ മാത്രം ഒഴിച്ചാൽ മറ്റു ഭൂരിപക്ഷം നിയമസഭാ സീറ്റുള്ള 6 ജില്ലകളിൽ LDFന് യാതൊരുവിധ വോട്ട് ചോർച്ചയും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. നിയമസഭാ സീറ്റുകളെ ബാധിക്കുന്ന രൂപത്തിലുള്ള വോട്ട് ചർച്ച ഉണ്ടായിട്ടില്ല എന്ന് കാണാവുന്നതാണ്. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിൽ ഉണ്ടായ നേരിയ മുൻതൂക്കം UDF തങ്ങൾ നിയമസഭയിൽ അധികാരത്തിൽ വരും എന്ന രൂപത്തിലേക്ക് മുന്നോട്ട് വലിയ ചർച്ചയായി വന്നിരിക്കുകയാണ്. ഒന്ന് കാണേണ്ടത്, ഈ ഇപ്രാവശ്യത്തിൽ ഉണ്ടായതിന്റെ എത്രയോ വലിയ വിജയമാണ് 2010 UDF മുന്നണിക്ക് ഉണ്ടായത് ഈ ത്രിതല പഞ്ചായത്തിൽ. പക്ഷേ അത്രയും വലിയ വിജയത്തോടു കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയ UDFന് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം 71 സീറ്റോടു കൂടിയാണ് ബഹുമാന്യ ഉമ്മൻചാണ്ടി അന്ന് മുഖ്യമന്ത്രിയായി വരുന്നത്. 71 സീറ്റോടു കൂടി. അങ്ങനെ 71 സീറ്റോടു കൂടി വരുമ്പോൾ പേരാവൂർ ഉൾപ്പെടെ സംസ്ഥാനത്തെ 5 മണ്ഡലങ്ങളിൽ UDF ജയിച്ചത് 2000-ലോ അല്ലെങ്കിൽ 3000-ലോ താഴെ വോട്ട് ആണെന്ന് കാണാവുന്നതാണ്. അപ്പൊ ഇതിനേക്കാളേറെ നിയമസഭയിൽ ത്രിതല പഞ്ചായത്തിൽ വിജയമുണ്ടായ ഘട്ടത്തിൽ പോലും UDFന് കേരളത്തിൽ നിയമസഭയിൽ വലിയ മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ചരിത്രവും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ഇതെല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഇതൊരു വലിയ പരാജയമല്ല. ചില തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോയാൽ LDFന് ഇനിയും മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ള വ്യക്തമായിട്ടുള്ള, അതായത് ഈ ജനവിധി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയായി മാറില്ല എന്നാണ് താങ്കളുടെ വാദം. അതാണ് പ്രധാനമായും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശരി, താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീ കല്ലിങ്കിൽ പത്മനാഭൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പരാജയമൊന്നും LDFന് ഒരു തരത്തിലും ബാധിക്കില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകളേക്കാൾ കൂടുതൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് CPM പ്രതിനിധി പറയുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? മണ്ഡലം തിരിച്ചു നോക്കിയാൽ 80ഓളം മണ്ഡലങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തന്നെയാണ് പ്രതിഫലിക്കുക. വ്യക്തമായ കാരണമുണ്ട്. ചിലപ്പോൾ LDF ക്ഷേമ പെൻഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ജനങ്ങളെ ഏച്ചാതെ ജനങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രയാസം, ഏറ്റവും ഭക്തന്മാർ ഉൾക്കൊള്ളുന്ന ശബരിമലയിൽ കളവ് നടത്തി എന്നുള്ളതാണ്. പച്ചയായി സ്വർണ്ണക്കളവ് നടത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ. അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ആ കളവ് ജനങ്ങൾ പച്ചയായി മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് UDFന് അടുത്ത തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ സ്ത്രീകളെ ശബരിമലയിലേക്ക് കയറ്റാൻ ശ്രമിച്ചു. ശ്രമം മാത്രമല്ല, നിങ്ങൾ കയറ്റി. അതിന്റെ ഫലം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇടതുപക്ഷം അനുഭവിച്ച ഫലം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റും UDF കരസ്ഥമാക്കി. അപ്പൊ അതിന്റെ പ്രതിഫലനം തന്നെയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFന് ഉണ്ടാകാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞ, ഇന്നലെ തന്നെ നോക്കിയപ്പോൾ 80 സീറ്റുകൾ UDFന് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി കടന്നു വരാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ശക്തമായ അധികാരത്തിൽ വരും എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ്. നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് CPM അമിതമായ ആവേശവും അമിതമായ ഒരു ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവർ. അതിന്റെ അടിസ്ഥാനം എന്താ കാരണം വെച്ചാൽ, ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു, അതുപോലെ തന്നെ കിറ്റുകൾ വിതരണം ചെയ്തു. ഇതൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായും അവർക്ക് യാതൊരു എതിർപ്പില്ല എന്ന് മനസ്സിലാക്കി. എതിർപ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ CPMന് കഴിയാതെ പോയി. അതാണ് ഒരു പ്രധാന പ്രശ്നം. നമുക്ക് 4ഓളം കോർപ്പറേഷനുകൾ UDFന് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തൊന്നും ഇല്ലാത്തൊരു ചരിത്ര വിജയമാണ്. 4 കോർപ്പറേഷൻ UDFന് ലഭിച്ചത്. ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ LDFന് നഷ്ടപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ വിജയമാണ്. അത് BJPയുടെ വിജയമായി കാണുകയാണെങ്കിലും BJPയും കേരളത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല, യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെക്കാൻ കഴിയില്ല. BJPയും കേരളത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷത്തോടുള്ള പൂർണ്ണമായ വിയോജിപ്പ് ജനങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വോട്ടിങ്ങിലൂടെ. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും ഞാൻ എടുത്തു പറയുന്നു, ശബരിമലയുടെ സ്വർണ്ണവേട്ട, അതിനകത്ത് കളവ് നടത്തിയ ആളുകളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ പോലും അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യാൻ പോലും തയ്യാറായിരുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. എത്രയോ വിശ്വാസികൾ, കോടിക്കണക്കിന് വിശ്വാസികൾ ചെന്നെത്തുന്ന ശബരിമലയാണ്. ആ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ ഇത്രയും വലിയ കളവ് നടക്കുക എന്ന് പറയുന്നത് ജനത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതാണ് ബാലറ്റിലൂടെ ജനങ്ങൾ കാണിച്ചിട്ടുള്ളത്.
അത് CPM-നെതിരെ കാണിച്ചിട്ടുള്ളതാണ്. വളരെ വ്യക്തമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ശരി, ശ്രീ കല്ലിങ്കൽ പത്മനാഭനാണ് അക്കാര്യത്തിൽ വിഷയം പറഞ്ഞത്. പ്രധാനപ്പെട്ട വിഷയം ഇതുതന്നെ, ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് LDF-ന് തിരിച്ചടിയായത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നാണ് കല്ലിങ്കൽ പത്മനാഭൻ പറയുന്നത്. ശ്രീ AP ഗംഗാധരൻ, നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ഇത്തവണ പിടിച്ചെടുത്തു. പക്ഷേ പ്രതീക്ഷിച്ചത്ര വിജയം BJPക്ക് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് പറയാൻ സാധിക്കുമോ? കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനത്തിലൊന്നും വലിയ വർധനവ് കാണുന്നില്ല. തെരഞ്ഞെടുപ്പുകളും 3 ലൈനിൽ കൂടി കാണുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. തദ്ദേശം, അതുപോലെ തന്നെ നിയമസഭ, ലോക്സഭ. ലോകസഭയിൽ ഉണ്ടായ വിജയം UDF-ന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അതായത് 18 ലോകസഭാ മണ്ഡലങ്ങളിൽ ജയിക്കുമ്പോൾ 131 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF മുന്നിലായിരുന്നു. ഇപ്പൊ 80 അല്ലേ? അപ്പൊ അത് രണ്ട് വ്യൂ ആണ് ആളുകളുടെ. പിന്നെ നമ്മള് കഴിഞ്ഞ 2020 BJPക്ക് 11 പഞ്ചായത്ത് ഉണ്ടായിട്ട് 26 പഞ്ചായത്ത് ഉണ്ട്. നിങ്ങൾ ശതമാനം കൊണ്ട് 26 പഞ്ചായത്ത് നമ്മളിപ്പോ ഭരിക്കുന്നുണ്ട് സ്വന്തമായി. അതൊക്കെ കാണാതെ പോകരുത്. ഇപ്പോ തലസ്ഥാനം തിരുവനന്തപുരം 100 എണ്ണത്തിൽ 50 എണ്ണം ഞങ്ങള് കൈവശപ്പെടുത്തി. ഇനി വിഴിഞ്ഞത്ത് ഒരു ഡിവിഷനിൽ നടക്കാനുണ്ട്, നമുക്കറിയാലോ. അപ്പോ ഇതൊക്കെ വിജയമായി നിങ്ങൾ പത്രക്കാരും അതുപോലെ മറ്റ് മാധ്യമങ്ങളൊക്കെ കാണുന്നില്ലെങ്കിലും ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോ ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകളിൽ UDF ജയിച്ചു. അതിന്റെ ഒരു പ്രധാന കാരണം ഞങ്ങൾ കാണുന്നത് ഒരു മുസ്ലിം കോർഡിനേഷൻ, അതായത് കംപ്ലീറ്റ് ഒരു വിഭാഗം, അതായത് മുസ്ലിം വോട്ടർമാരൊക്കെ തന്നെ UDF-ന്റെ ഒപ്പം പോയി എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പോടൊപ്പം ഉണ്ടായിരുന്ന രീതിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോ ഇതുപോലെ തന്നെ 200-ലധികം പഞ്ചായത്തുകളിൽ BJP നിർണായകമായിട്ടുള്ള ഒരു കക്ഷിയാണ്. ഏകപക്ഷീയമായിട്ടുള്ള വിജയം 2 മുന്നണികൾക്കും ഇല്ലാത്ത കുറെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളിലുണ്ട്. അപ്പൊ ഇതൊന്നും നമ്മൾ കുറച്ച് കാണാൻ പറ്റുന്നില്ല. BJP ശരിയായ രീതിയിൽ വോട്ടിംഗ് ശതമാനം നോക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും മത്സരിച്ചിട്ടില്ല. പക്ഷേ ശ്രീ ഗംഗാധരൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ നിങ്ങൾ സ്വന്തമാക്കിയെന്ന് പറയുമ്പോഴും ഈ പന്തളം നഗരസഭയൊന്നും കൈവിട്ടുപോയതും മനസ്സിലാക്കണ്ടേ? അതെ, പന്തളം നഗരസഭ കൈവിട്ടുപോയി. അപ്പോ ഇടതുപക്ഷം ഭരിച്ചിരുന്ന 5 വർഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ പിടിച്ചതിനെ കുറിച്ച് അഭിപ്രായം പറയണ്ടേ? അല്ല, LDF വലിയ പരാജയം നേരിട്ടു എന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ BJP കരുത്തു തെളിയിച്ചു എന്ന രീതിയിലാണല്ലോ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഏറ്റക്കുറച്ചിൽ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് LDF-ന്റെയും UDF-ന്റെയും ഞാൻ ചോദിക്കുന്നത് 15 പഞ്ചായത്ത് ഞങ്ങൾ പിടിച്ചപ്പോ 11 അതിനാണ് കൂടുതൽ പിടിച്ചപ്പോ ഒരു പന്തളം നഷ്ടപ്പെട്ടതാണോ പ്രധാനമായിട്ട് കാണുന്നത്? ഈ 15 പഞ്ചായത്തുകളിൽ ആകെ കൈവശമുണ്ടായിരുന്ന 2 നഗരസഭകളിൽ 1 കൈവിട്ടു. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, ഓക്കെ, ഇപ്പോഴും 2 ഉള്ളൂ. കഴിഞ്ഞ തവണയും 2 ഉണ്ടായിരുന്നു, ഇപ്പോഴും ആ 2-ൽ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് BJP പിന്നോട്ട് പോയി എന്ന് എങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങൾ കണക്കുകൾ നോക്കുന്ന ശതമാനം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നേടിയത് മാറ്റി നിർത്തിയാൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ലഭിച്ചത് മാറ്റി നിർത്തിയാൽ പ്രധാനമായും എവിടെയാണ് നേട്ടം പോയത് BJP? വോട്ടിംഗ് ശതമാനത്തിലൊക്കെ വലിയ വർധനവില്ലെന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. കോർപ്പറേഷനുകളും സീറ്റുകൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. കോർപ്പറേഷനുകൾ കണ്ണൂർ 1 നിന്ന് 4 ആയി, ഇല്ലേ? അതെ, 4 14 കോഴിക്കോട്, ശരിയല്ലേ? തലശ്ശേരിയിൽ കഴിഞ്ഞ തവണ 8 ഉണ്ടായിരുന്നു. തലശ്ശേരിയിൽ കഴിഞ്ഞ തവണ 8 ഉണ്ടായിരുന്നു, പ്രതിപക്ഷമായിരുന്നു. ഇത്തവണ 6 സീറ്റായി കുറഞ്ഞു. തലശ്ശേരിയിൽ കഴിഞ്ഞ തവണ 8 സീറ്റ് ഉണ്ടായിരുന്നു, പ്രതിപക്ഷത്തായിരുന്നു. ഇത്തവണ 6 കുറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അത് കുറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞ വർഷം 2020 കിട്ടിയത് കണ്ണൂർ റവന്യൂ ജില്ലയിൽ ഞങ്ങൾക്ക് കുറവ് വന്നിട്ടില്ല. ചിലത് പോയി, ചിലത് വന്നു. അത് വാർഡ് വിഭജനത്തിലുണ്ടായിരുന്ന ഒരു ടെക്നിക്കൽ പ്രശ്നമാണ്. അത് വാർഡൊക്കെ അശാസ്ത്രീയമായിട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. CPM-ന് ജയിക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു വാർഡുകളാക്കി മാറ്റിയിട്ടാണ് CPM ഈ അധപതനത്തിലേക്ക് പോയത്. എന്നിട്ടും അത്രമാത്രം വിരുദ്ധമായിട്ടുള്ള സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളിലുണ്ടല്ലോ. ഇപ്പൊ സ്വർണം മോഷ്ടിച്ച കാര്യത്തെ കുറിച്ച് ഇപ്പോ ഈ നമ്മള് തുടക്കം അതിന്റെ ഒരു ചർച്ച പോലും നിയമസഭയിൽ നടത്താത്ത ഈ ഇടതുപക്ഷവും വലതുപക്ഷവും നിങ്ങൾ എന്തുകൊണ്ട് നടത്താമെന്ന് ചോദിക്കുന്നില്ല. ഒരു ചർച്ച നടത്തിയോ? എന്താ കാരണം? കോൺഗ്രസിലേക്ക് പങ്കില്ലേ? ഈ പറയുന്ന ആദ്യം തൊട്ട് തുടങ്ങിയ
ആള് ആരാ? കോൺഗ്രസ്സുകാരാണ്. ഇത് രണ്ടുപേരും കൂടിയിട്ട് മോഷ്ടിച്ചു എന്നാണ് ഞങ്ങൾ പറയുന്നത്. ശബരിമലയിലെ ഈ സ്വർണം മോഷ്ടിച്ചത് ഒരു ഭാഗത്ത് വന്നത് രണ്ട് ഭാഗത്ത് വന്നത് അവരുടെ പണിയാണ്. അവര് ഇടതുപക്ഷത്തിൽ ഈ വലതുപക്ഷത്തിൽ തൊഴിലാണത് മോഷണം, അല്ലെങ്കിൽ അഴിമതി നടത്തുക. അത് നമുക്കറിയില്ലേ? ഇവർ ഇവിടെയാണല്ലോ മത്സരിക്കുന്നത്, മറ്റു തൊട്ടപ്പുറത്ത് പോയി ഇങ്ങനെ ഒന്നിച്ചിട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് BJP വളർച്ച ഇല്ല. സീറ്റ് ജയിക്കുമ്പോൾ ശതമാനം കുറഞ്ഞു പറയും, ശതമാനം കൂടുമ്പോൾ സീറ്റ് കുറഞ്ഞു പറയും. അപ്പൊ ഇത് ശരിക്കും അതൊരു ശരിയായിട്ടുള്ള വീക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശ്രീ KJ ജോസഫ്, കല്ലിങ്കൽ പത്മനാഭൻ പറഞ്ഞതുപോലെ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് LDFന് തിരിച്ചടിയായതെന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണ് അത് സമ്മതിക്കാൻ CPM തയ്യാറാവാത്തത്? കഴിഞ്ഞ ദിവസം ഈ വോട്ടെണ്ണലിന് ശേഷം വന്ന CPM നേതാക്കളുടെ പ്രതികരണം, CPMന്റെ സെക്രട്ടേറിയറ്റ് പോലും കൂടി തീരുമാനിച്ചത് ഭരണവിരുദ്ധ വികാരമൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നത് LDFന്റെ അടിത്തറ ശക്തമാണ് എന്നാണ്. പിന്നെ എവിടെയാണ് ഈ പിഴച്ചത്? ഈ ശബരിമല വിഷയം തന്നെയല്ലേ ഈ ജനങ്ങൾക്കിടയിൽ ഇത്രമാത്രം ഒരു LDFനോടുള്ള ഒരു അകൽച്ചയ്ക്ക് കാരണമായിട്ടുണ്ടാവുക? ഇതെന്തുകൊണ്ടാണ് അത് സമ്മതിക്കാത്തത്? ഇത് സംബന്ധിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ണൂർ ജില്ലയിലെ കാര്യം തന്നെ എടുക്കുക. കണ്ണൂർ ജില്ലയിലെ 10 ത്രിതല പഞ്ചായത്തുകളിൽ ഇപ്പോഴും LDFനെതിരില്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ മുന്നണി നേതൃത്വം LDFന് രാഷ്ട്രീയമായി തിരിച്ചടിയില്ല എന്ന്. കണ്ണൂർ ജില്ലയിലേക്ക് താങ്കൾ വന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാം, പേരാവൂർ ബ്ലോക്കിൽ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ 20 വർഷക്കാലമായി LDFനൊപ്പം നിലകൊണ്ട പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് UDF അങ്ങ് കൊണ്ടുപോയി. ഈ കണിച്ചാർ, കേളകം, എവിടെയൊക്കെ എന്താണ് സംഭവിച്ചത്? ഇതെല്ലാം KJ ജോസഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുട്ടിയൂരും കേരളവും കണിച്ചാറും സീറ്റ് എത്രയാണെന്ന് അറിയാമോ? യഥാർത്ഥത്തിൽ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖല എന്ന് പറയുന്നത് UDFന്റെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇരിക്കൂറും പേരാവൂരും അവർ ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് പ്രതിസന്ധിയിലും. അത് കൃത്യമായി ഇപ്രാവശ്യം അവർ തമ്മിൽ തർക്കമില്ലാതെ അടിപിടിയില്ലാതെ, സാധാരണ കോൺഗ്രസ്സുകാർ തമ്മിൽ അടിക്കുന്നതാണ്, അങ്ങനെയാണ് നമുക്ക് കിട്ടാറ്. ഇപ്രാവശ്യം തമ്മിൽ അടിപിടി ഇല്ല എന്ന് ലോക്സഭയിൽ വലിയ വോട്ട് നേടി. എന്നാൽ അതിൽ നിന്ന് നമ്മൾ കുറച്ച് തിരിച്ചു വരേണ്ട സാഹചര്യം പേരാവൂർ മേഖലയിലുണ്ടായി. ഞാൻ ഈ ശബരിമല വിഷയത്തിലേക്ക് വരാം. ഈ ശബരിമല യഥാർത്ഥത്തിൽ ഇപ്പൊ കൃത്യമായി ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റിനോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു ചാൻസും ഇല്ലാതെ സീല് ചെയ്ത കവറിലാണ് അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി രണ്ട് മുൻ പ്രസിഡന്റുമാർ ദേവസ്വം ബോർഡിന്റെ ഈ കേസുകളിൽ പ്രതിയായി ജയിലിലുണ്ടെന്ന് വസ്തുതയാണ്. പക്ഷെ ഇത് സംബന്ധിച്ച് ഒരു ഫൈനൽ റിപ്പോർട്ട് വന്നിട്ടില്ല. ഈ ഫൈനൽ റിപ്പോർട്ട് വരുമ്പോഴായിരിക്കും അപ്പൊ ഈ ഒരു അന്വേഷണ ഘട്ടത്തെ കുറെ മുതലെടുക്കാൻ BJPയും കോൺഗ്രസും ഒത്തുചേർന്നുകൊണ്ട് ശ്രമിച്ചു എന്നുള്ള വസ്തുതയാണ്. പക്ഷേ അതിനകത്ത് ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് നമുക്കറിയാം. ഇപ്പം ശബരിമല വിഷയത്തിൽ UDF പ്രചരണമാക്കിയ ആ ഗാനം തന്നെ എഴുതിയിട്ടുണ്ടാക്കിയത് മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിയെയും മറുഭാഗത്ത് പോപ്പുലർ ഫ്രണ്ടിനെയും മറുഭാഗത്ത് SDPI ഉൾപ്പെടെയുള്ള വലിയ തീവ്രവാദ ശക്തികളുമായി കൂട്ടുചേർന്നുകൊണ്ട് ഈ ശബരിമല വിഷയം വലിയ വിഷയമാക്കി ഉന്നയിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി അതിനകത്ത് BJP നടത്തിയ ഒരു മുതലെടുപ്പ്, ഈ മുതലെടുക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു കോൺഗ്രസ് ആണ്. അതിനകത്ത് മുസ്ലിം തീവ്രവാദികൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് ശബരിമല വിഷയം പറഞ്ഞുകൊണ്ട് BJP മുതലെടുക്കുകയും മറുഭാഗത്ത് മുസ്ലിം തീവ്രവാദം ഉയർത്തിക്കൊണ്ട് UDF മുതലെടുക്കുകയും ചെയ്യുന്ന പച്ചയായ വർഗീയത നമ്മുടെ സംസ്ഥാനത്ത് കളിക്കാൻ BJPയും മുസ്ലിം ലീഗും അവരുടെ തീവ്രവാദ ശക്തികളും ശ്രമിച്ചതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായത്. ശബരിമല വിഷയത്തെ സംബന്ധിച്ച് അവർ ഉയർത്തുന്ന ഈ തീവ്രവാദികളും വർഗീയവാദികളും ഉയർത്തുന്ന പ്രചരണമല്ലാതെ എന്താണ് വസ്തുത? ശബരിമലയെ സംബന്ധിച്ച് ഒരു പരാതി വന്നത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതി വിധിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തി വരുന്നത്. അവിടെ പോറ്റി എന്ന് പറയുന്ന ഒരാളാണ് ഈ കള്ളത്തരം മുഴുവൻ കാണിച്ചെന്ന് വ്യക്തമാണ്. മറ്റാളുകളെ സംബന്ധിച്ചുള്ള അവരുടെ സാമ്പത്തിക ഇൻവോൾവ്മെന്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആകെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ തെറ്റായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു എന്നതിന്റെ പേരിലാണ് അവർ പ്രതികളായത്. ഇത് സംബന്ധിച്ച് ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇതിനകത്ത് LDF എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ CPIM എന്നുള്ള നിലയിൽ ഇതിനകത്ത് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം ഈ പോറ്റിയെ നിയമിച്ചത്, ഈ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് LDF അല്ല. അത് ശ്രീ VS ശിവകുമാർ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ അനിയൻ വിജിലൻസ് കേസ് നേരിടുകയാണ്, 1.5 കോടി അടിച്ചു മാറ്റിയത്. അപ്പൊ ആ കാലഘട്ടത്തിലാണ് പോറ്റി അവിടെ കയറിയതും സ്വാധീനമർപ്പിച്ചതും. ഇതെല്ലാം കൃത്യമായി പുറത്തു വരുമ്പോൾ തീർച്ചയായും ജനങ്ങൾക്ക് കൂടുതൽ
വ്യക്തത അടുത്ത തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ വരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇപ്പൊ ഈ രണ്ട് വർഗീയവാദികൾ, ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് പാട്ടുണ്ടാക്കുന്നു, അവരുടെ SDPIക്കാർ പാട്ടുണ്ടാക്കുന്നു, മറുഭാഗത്ത് BJP അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പരസ്പരം കൊണ്ടും കൊടുത്തും മുസ്ലിം ലീഗും BJPയും കളിച്ച ഒരു രാഷ്ട്രീയം, അതിന് കോൺഗ്രസ് നിന്ന് കൊടുത്തതാണ് ഈ വിഷയം ഇത്ര വഷളാകാനും. BJP അത് മുതലെടുത്തുകൊണ്ട് കേരളത്തിൽ കുറച്ച് പഞ്ചായത്തുകൾ ഇവിടെ എന്റെ സുഹൃത്ത് പറഞ്ഞ പോലെ പിടിക്കാനും ഉണ്ടായ സാഹചര്യം. ഈ വർഗീയ രാഷ്ട്രീയം കേരളത്തിന് ഒരു ശാപമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഞങ്ങൾ ഉയർത്തുന്ന കാര്യം ഇവിടെ വികസനമാണ്. ഞാൻ മുമ്പും ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, 1 ലക്ഷം കോടി രൂപയുടെ ഹൈവേ ഈ UDF ഉണ്ടായിരുന്നെങ്കിൽ വരില്ലായിരുന്നു. 1 ലക്ഷം കോടി രൂപ അടുത്തു വരുന്ന കിംഫി പദ്ധതി ഈ UDF ഉണ്ടാവുമായിരുന്നില്ല. ഈ കുടുംബശ്രീ പദ്ധതി ഈ സംസ്ഥാനത്ത് കൊണ്ടുവന്ന LDF ആണ്. ഇവിടെ മുമ്പത്തെ പറഞ്ഞാൽ ഈ ലാൻഡ് റിഫോംസ് ആക്ട് ഇവിടെ കൊണ്ടുവന്ന LDF ആണ്. അപ്പൊ LDF നടത്തിയ ഏറ്റവും വിപ്ലവകരമായ തീരുമാനമാണ് ഇന്നത്തെ കേരളത്തെ രൂപീകരിച്ചത് എന്ന് ആർക്കാണ് അറിയാത്തത്? പക്ഷേ ജനങ്ങൾ ഇതൊന്നും കാണുന്നില്ല എന്നുള്ള നിലയിലല്ലേ കാര്യങ്ങൾ? ശ്രീ ജോസഫ് എന്തോ പറഞ്ഞു, എന്തോ പെൻഷൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ഈ പെൻഷൻ കൊടുത്തത് ഇപ്പോഴല്ല. ഉമ്മൻചാണ്ടി 100 രൂപ വർദ്ധിപ്പിച്ച് 18 മാസം കൊടുക്കാതെ പോയ, എന്ന് വെച്ചാൽ 400 500 ആക്കി 18 മാസം കൊടുക്കാതെ പോയ ഈ പെൻഷനാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് പടിപടിയായി ഉയർത്തി 2000 രൂപയാക്കി മാറ്റിയിരിക്കുന്നത്. ഇപ്പൊ 2000 രൂപയുടെ ഒരു ഗഡു കൊടുത്തു, ഇപ്പൊ രണ്ടാമത്തെ ഗഡു ഇന്നു മുതൽ കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇവിടുത്തെ സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ, വീട്ടിലിരിക്കുന്ന 60 വയസ്സ് തികയാത്ത, വിദ്യാഭ്യാസം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ചെറുപ്പക്കാർക്ക് അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ 1000 രൂപ വീതം, 1,20,00,000 സാധാരണക്കാരായ ആളുകളെ ഒരു ഭാഗത്ത് ഏതാണ്ട് ബഡ്ജറ്റ് വീതം ഉപയോഗിച്ച് 1.5 ലക്ഷം കോടി രൂപയുടെ വർക്ക്, അങ്ങനെ 3.5 ലക്ഷം കോടി രൂപയുടെ വികസനം സംസ്ഥാനം നടത്തിയ ഒരു ഗവൺമെന്റ് കഴിഞ്ഞ 9.5 വർഷക്കാലം 10 വർഷക്കാലം കൊണ്ട് മറുഭാഗത്ത് സാധാരണക്കാരെ ചേർത്ത് പിടിച്ച ഗവൺമെന്റ്, അത് പെൻഷനായിട്ടും സ്ത്രീകൾക്ക് സഹായമായിട്ടും മറ്റു പലവിധ സഹായങ്ങളുമായിട്ടും ചേർത്ത് പിടിച്ച ഗവൺമെന്റ്, കിംഫി പോലുള്ള ഒരു പദ്ധതി ഉണ്ടാക്കിക്കൊണ്ട് 1 ലക്ഷം കോടി എടുത്തു കൊണ്ടുവന്ന ഗവൺമെന്റ്. ഇവിടെ 45. പക്ഷേ ശ്രീ KJ ജോസഫ്, അതന്നെയാണ് എന്റെ സംശയം. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു തിരിച്ചടി ഉണ്ടാവുക? അതിനുള്ള കാരണം വ്യക്തമാക്കണ്ടേ? ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ല. ഇവിടെ തെറ്റായ ചില പ്രചരണങ്ങൾ, ഉദാഹരണമായി ശബരിമല, അത് ഞങ്ങൾക്ക് അതിനകത്ത് പങ്കില്ല എന്ന് ഫൈനൽ റിപ്പോർട്ട് വരും പുറത്തു വരികയും അതിനകത്ത് കൃത്യമായി ക്ലീൻ ആയി ഈ ശബരിമലയിൽ അയ്യപ്പ സംഗമം ഒക്കെ നടത്തിയതോടെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതലായും UDFന് അനുകൂലമായി നിലയുറപ്പിച്ചു എന്ന് മനസ്സിലാക്കണ്ടേ ശ്രീ KJ ജോസഫ്? ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ ഞാൻ പറഞ്ഞു തോന്നട്ടെ, ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെ സംഘടനകളോട് ഒത്തുചേർന്ന് നടത്തിയ കഠിനമായ വർഗീയ പ്രചരണം, ഇത് രണ്ടിനെ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ലോക്സഭയിൽ വെറും 66 ലക്ഷം വോട്ട് കിട്ടിയിരുന്ന ഒരു മുന്നണി ഇപ്പൊ 82.1 ലക്ഷമായി ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ഒരു 1.5 വർഷക്കാലം കൊണ്ട് ഈ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിലും ആ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ശരി, താങ്കളിലേക്ക് വരാം. ശ്രീ കല്ലിങ്കയിൽ പത്മനാഭൻ, ശബരിമല വിഷയമൊന്നുമല്ല, നിങ്ങൾ ഈ വർഗീയ ശക്തികളോടൊക്കെ കൂട്ടുപിടിച്ചാണ് ഇത്തവണ LDFനെ നേരിട്ട് എന്നാണ് CPM പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്ത് വലിയ തിരിച്ചടി LDFന് ഉണ്ടായെങ്കിൽ കൂടി ഈ കണ്ണൂർ ജില്ലയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടോ LDFന്? പ്രത്യേകിച്ച് കണ്ണൂർ കോർപ്പറേഷൻ നിങ്ങളാണ് കഴിഞ്ഞ തവണ ഭരിച്ചത്, ഇപ്പോഴും ഭരണം ലഭിച്ചു. ജില്ലാ പഞ്ചായത്തിൽ LDF ആണ് ഭരിക്കുന്നത്, ഇത്തവണ LDF തന്നെ അവിടെ ഭരണത്തിൽ തുടരുന്നു. നഗരസഭകളുടെ കാര്യത്തിൽ 8 നഗരസഭകളിൽ 3 എണ്ണം നിങ്ങളോടൊപ്പവും 5 എണ്ണം LDFനൊപ്പം. അത് കഴിഞ്ഞ തവണയും അതേ രീതിയിലാണ്. പഞ്ചായത്തുകളിൽ മലയോര മേഖലയിൽ ചില പഞ്ചായത്തുകൾ മാത്രമാണ് UDFന് LDF നിന്ന് പിടിച്ചെടുക്കാനായത്. അത് വലിയൊരു പരാജയമായി കണ്ണൂർ ജില്ലയിൽ LDFന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുമോ? സന്ദേശം സിനിമയിൽ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് സഖാവെ ഞങ്ങൾ തോറ്റു എന്നുള്ളതിന് ഉത്തരവില്ല. ജനങ്ങൾ പറയും, ഇത് മാധ്യമങ്ങളും അതുപോലെ തന്നെ ജനങ്ങളും ഡെയിലി മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ആ സിനിമയിലെ ചോദ്യം പ്രസക്തമാണ്. ഇപ്പോ ആ പ്രസക്തമായ ചോദ്യത്തിന് ഇന്ന് വരെ ഉത്തരം പറയാൻ എന്റെ പ്രിയപ്പെട്ട ജോസഫ് ഏട്ടന് സാധിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞില്ലേ, ശബരിമല ഒരു പ്രധാന വിഷയം തന്നെയാണ്. ഇപ്രാവശ്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ ശബരിമലയിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റില്ലേ? നിങ്ങളിപ്പോ കട്ടില്ല, അങ്ങനെ ഒരു കളവ് നടന്നില്ല, അതിന്റെ അവസാന ചിത്രം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റു? അപ്പൊ നമ്മൾ ആവർത്തിക്കുകയാണ്, തോൽവി ആവർത്തിക്കുകയാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യതയില്ല എന്നുള്ളതിന്റെ ഏറ്റവും തെളിവാണത്. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പോലും, തളിപ്പറമ്പിലെ ബ്ലോക്ക് പഞ്ചായത്ത് CPM ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്താ, അല്ല ബ്ലോക്കാണ്. ആ ബ്ലോക്ക് ഇപ്രാവശ്യം കോൺഗ്രസിനാണ്, UDF ആണ് ഭരിക്കാൻ പോകുന്നത്.
അപ്പൊ അതിശക്തമായി ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഭരണവികാരമാണ്, ഭരണവികാരം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ക്ഷേത്രങ്ങൾ കൈയടക്കിയാണ് കുറെ ഭാഗങ്ങൾ ചെയ്തിട്ടുള്ളത്. CPM-ന്റെ ആളുകളൊക്കെ ചെയ്തിട്ടുള്ളത് ക്ഷേത്രങ്ങൾ കൈയടക്കി അതിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ ഊറ്റിയെടുക്കുന്ന സ്ഥിതി പോയപ്പോ അത് ഇവിടുത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നത് ദിവസം പണ്ടത്തെ പോലെയല്ലല്ലോ. മാധ്യമങ്ങളും ജൈവിക മാധ്യമങ്ങളും വാട്സപ്പുകളും അതുപോലെ തന്നെ മൊബൈൽ ഫോണിന്റെ ഒക്കെ ഒരു നാടല്ലേ ഇത്. നിങ്ങൾ എന്ത് ചെയ്താലും അപ്പോൾ അതിന്റെ കാര്യങ്ങൾ അറിയില്ലേ. പിണറായിയിൽ ഇന്നലെ ബോംബ് പൊട്ടി ഒരു പയ്യന്റെ കൈപ്പത്തി നഷ്ടപ്പെട്ടു. ആർക്ക് വേണ്ടിയാ ബോംബ് ഉണ്ടാക്കിയത്? ആർക്ക് വേണ്ടിയാ ആ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരുന്നത്? അപ്പൊ ഇതൊക്കെ അക്രമ സ്വഭാവമുള്ള വിഭാഗം ഒരു ഭാഗത്തും, ജനങ്ങളൊന്നുമല്ല ഞങ്ങളാണ് സർവാധിപതി എന്നുള്ള രീതിയിലേക്ക് ഒരു ഭാഗത്തും ജനങ്ങൾ നീങ്ങിയാൽ ജനങ്ങൾ നിങ്ങൾക്കെതിരാവും. അതിന്റെ തെളിവാണ് നമ്മളിവിടെ പച്ചയായിട്ട് കണ്ടത്. ബാലറ്റിലൂടെയാണ് നിങ്ങളോട് ചോദിക്കാൻ ബാലറ്റാണ് ഏറ്റവും നല്ല ആയുധം എന്ന് മനസ്സിലാക്കിയ ജനം. അതിലൂടെ നിങ്ങൾക്കൊരു ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെ. ആ ബോധ്യം ഇനിയും നിങ്ങൾക്ക് ഉണ്ടായാൽ നല്ലത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നമ്മളിവിടെ BJP ആയാലും CPM ആയാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒരുപോലെ ഒരു അച്ചുതണ്ടിന്റെ രണ്ട് ഭാഗങ്ങളാണ്. അത്രയും മാത്രമേ ഇതിനെ കാണാറുള്ളൂ. വർഗീയത ഉണ്ടാക്കുന്നത് ആരാ? കോൺഗ്രസ് ആണോ? UDF ആണോ? വർഗീയത ഉണ്ടാക്കുന്നതിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളാരാ? അതൊക്കെ നമുക്ക് ഒരു വലിയ ചർച്ചയ്ക്ക് ഭാഗമാവും. ഇപ്പോഴും നമ്മുടെ പ്രധാന വിഷയം എന്താ? ചോദ്യം എന്താ? വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം നടന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രതിഫലനം ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ പ്രസക്തമായ ഉത്തരമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ശ്രീ കല്ലിങ്കൽ, തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോഴും തളിപ്പറമ്പ് നഗരസഭയിൽ അല്പം വേർത്തില്ല ഇത്തവണ UDF 17-15 മറ്റോ ആണ് സീറ്റ് നില. 17-15 അതെ, 17-15. CPM-ന് 15 ഉണ്ട്. CPM-ന് 15 ഉണ്ട്, UDF-ന് 17. BJP-ക്ക് വളർച്ചയില്ല. 3 എണ്ണം കഴിഞ്ഞ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം 3 എണ്ണം മാത്രമേ ഉള്ളൂ. വാർഡിന്റെ വിഭജനം CPM-ന്റെ വളർച്ചയ്ക്കിന്റെ പ്രധാന കാരണം എന്താ? ഒരു വാർഡിൽ 516 വോട്ടാ. ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 1000-ലധികം വോട്ട് വേണം ഒരു വാർഡിന്റെ നിർമ്മാണത്തിന്. ഇവിടെ രാജരാജേശ്വര വാർഡിൽ 516 വോട്ടാ. വാർഡ് വിഭജനം ചെറിയ കാര്യമാണോ? ആ വാർഡ് വിഭജനം CPM-ന് അനുകൂലമാക്കി ഉണ്ടാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചുവെങ്കിലും അവർക്കത് പരാജയം സംഭവിച്ചു പോയി. അവർ വിചാരിച്ചത്ര കാര്യങ്ങൾ നേടാൻ സാധിച്ചില്ല. ബിജെപിക്ക് സീറ്റ് കുറഞ്ഞോ അവിടെ തളിപ്പറമ്പിൽ? എങ്ങനെയാ? BJP-ക്ക് സീറ്റ് കുറഞ്ഞോ തളിപ്പറമ്പിൽ? BJP-ക്ക് സെയിം ആയിട്ട് കഴിഞ്ഞ തവണ കിട്ടിയ അതേ സീറ്റ് തന്നെ ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്, 3 സീറ്റ്. ശ്രീ AP ഗംഗാധരൻ, അതെന്താണ് തളിപ്പറമ്പിൽ 3 സീറ്റിൽ മാത്രം ഒതുങ്ങിയത്? കഴിഞ്ഞ തവണയും 3, ഇത്തവണയും 3. അവിടെ എന്താണ് ഒരു വളർച്ച ഉണ്ടാവാത്തത് BJP-ക്ക്? ഞങ്ങളെ വോട്ടിംഗ് പാറ്റേൺ നോക്കുക. വോട്ടിംഗ് പാറ്റേൺ കൂവോട് എന്ന് പറയുന്ന CPM-ന്റെ ഒരു ഉരുക്കുവോട്ടയിൽ നമ്മുടെ 2ാം സ്ഥാനത്താണ്, UDF 3ാം സ്ഥാനത്താണ്. കാരണം ജനങ്ങൾക്ക് അതിപ്പോ നിങ്ങൾ ഞാൻ 2021 നിയമസഭയിൽ മത്സരിക്കുമ്പോൾ മോറാഴയിൽ അന്നുണ്ടായിരുന്ന 103-ാം നമ്പർ ബൂത്ത് ഗോവിന്ദമാഷ ബൂത്തിൽ സെക്കൻഡ് BJP-യാണ്. നിങ്ങൾ നോക്കണം, വോട്ട് ചെയ്യാനുള്ള അതായത് മത്സരിക്കാനുള്ളതായ ഒരു സ്ഥിതിവിശേഷം ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഈ വോട്ടുകളൊക്കെ കുറയുന്നത്. പക്ഷെ മത്സരിച്ച എല്ലാ വാർഡുകളിലും കഴിഞ്ഞ ടേമിനേക്കാൾ 2020-നേക്കാൾ BJP 10 മടങ്ങ് വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം, കണക്കുകൾ പരിശോധിക്കണം. BJP ഇപ്പോ ജയിച്ച 3 സ്ഥലത്ത് CPM-ന്റെ അവസ്ഥ നിങ്ങളൊന്ന് കണക്കെടുത്ത് നോക്കട്ടോ എന്താണെന്നുള്ളത്. എന്റെ വാർഡില് 1990-ൽ ജയിച്ച പാർട്ടിയാണ് CPM. എന്റെ വാർഡിൽ ഇപ്രാവശ്യം 7ാമത്തെ തവണയാണ് എന്റെ വാർഡിൽ ജയിക്കുന്നത്. അത് ഇപ്രാവശ്യത്തെ ഭൂരിപക്ഷവും കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷവും നിങ്ങൾ കണക്കെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും. ഇവിടെ നമ്മളിപ്പോ ഇനിയിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ നമുക്ക് ഈ എന്താണ് BJP-യുടെ ശക്തി എന്നുള്ളത് കാണും. ഈ CPM ആയാലും ഈ LDF ആയാലും UDF ആയാലും പ്രമുഖ കക്ഷികളൊക്കെ ശക്തിയുള്ള കക്ഷികളാണ് LDF-ന്റെയും UDF-ന്റെയും കൂടെ. NDA മുന്നണിയായിട്ട് നമ്മൾ മത്സരിക്കുന്നത്. ആ മുന്നണിയിലെ ഘടകകക്ഷികളെ കുറിച്ചുള്ള നല്ല ബോധ്യം നമുക്ക് ഉണ്ടാവുമല്ലോ. BJP-യുടെ ശക്തിയാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ള ശക്തി. അപ്പൊ BJP നേടുന്ന പറഞ്ഞ 50 കോർപ്പറേഷൻ സീറ്റുകൾ തിരുവനന്തപുരത്ത് മേടിയിൽ അതിനകത്ത് ഘടകകക്ഷികൾക്കൊന്നും ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ 50 ഞങ്ങൾ ഒറ്റക്ക് നേടിയതാണ്. ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ മത്സരിക്കുന്നതുകൊണ്ട് NDA എന്ന് വരും. BJP-യുടെ ശക്തിയെ കുറച്ച് കാണുന്നത് നിങ്ങൾക്ക് അതിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ കക്ഷി വർഗീയമല്ല, BJP-യാണ് വർഗീയ കക്ഷി എന്നാണ് CPM പറയുന്നത്. മുസ്ലിം ലീഗ് വർഗീയ കക്ഷി അല്ല എന്ന് MP ഗോവിന്ദൻ മാഷ് പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. ഇപ്പോ ജമാഅത്ത് ഇസ്ലാമിയാണ് വർഗീയ കക്ഷി. ജമാഅത്ത് ഇസ്ലാമി കുറച്ച് കാലം മുമ്പ് ഇവരുടെ കൂടിയായിരുന്നു.
അത് ഇവരുടെ ഒരു സ്വഭാവമാണ്. അതായത് ഞങ്ങളുടെ കൂടെ വന്നാൽ എല്ലാം പരിശുദ്ധമാകും, അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ ഇപ്പൊ കേരള കോൺഗ്രസ്, എന്റെ ഭാഷയിൽ കേരള കോൺഗ്രസ് വർഗീയ കക്ഷിയായിട്ട് ഞാൻ കാണുന്നത്. അത് മാണിയുടെ ആ ഒരു പാർട്ടി UDF ഒപ്പരായിരുന്നല്ലോ, അന്ന് ഇവര് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഇവരുടെ കൂടെയാണ്. അപ്പൊ ഇവരുടെ കൂടെ ചേർന്നാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമുക്ക് അറിയാലോ, ഇന്ത്യയിൽ അവര് പണ്ട് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യത്തെ മന്ത്രിസഭയിൽ ആരാണ് പ്രതിപക്ഷം ഉണ്ടായത് നിങ്ങൾക്ക് അറിയാലോ. അത് ജനസംഖ്യയൊക്കെ 3, 4, 5 കക്ഷിയായിട്ടുണ്ടായിരുന്നു. നമുക്കറിയാലോ, ഈ 1984 BJPക്ക് ലോകസഭയിൽ 2 സീറ്റാണ്, ഒന്ന് ആന്ധ്രയിലും ഒന്ന് ഗുജറാത്തിലും. അടൽ ബിഹാരി വാജ്പേയി തോറ്റ സമയത്ത് ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഓൺലൈൻ മീറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് തളിപ്പറമ്പിൽ വന്ന് EMS പ്രസംഗിച്ചതാ, മാരാറ പാർട്ടി, കുടുംബാസൂത്രണ പാർട്ടി, നാം 2 നമുക്ക് 2 എന്ന് പറഞ്ഞ മാതിരി പരിഹസിക്കുന്നത് ഈ ചെവിയോട് കേട്ടതാണ്. ഞാൻ കേട്ടതാ. ഇന്ന് ഈ പറയുന്ന തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും DMKന്റെയും സഹായത്തോടു കൂടി ജയിച്ചിട്ട് ഒന്നിച്ച് കൊടികെട്ടി ഒന്നിച്ച് മത്സരിച്ച് അവിടെ പോയി കുഞ്ഞാലിക്കുട്ടി CPM-ന് വേണ്ടി വോട്ട് പിടിച്ച ഈ പാർട്ടി ഇന്ന് ഇന്ത്യയിൽ 543 ആളാണ് ഒന്ന് കിടുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവർ പറയുന്നത് ഞങ്ങൾ ഭയങ്കര ശക്തിയാണ്, നമുക്ക് നോക്കാം. BJPയോട് ഏറ്റുമുട്ടുന്ന ശക്തികള് ബീഹാറിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് കാണാം. ഇവരൊക്കെ നിലംപരിശാക്കുന്നത് നമ്മളൊക്കെ ജീവിക്കുന്ന സമയത്ത് കാണാൻ പറ്റും. ശ്രീ KJ ജോസഫ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിധി പരിശോധിക്കുമെന്നാണ് നേതൃത്വം പറയുന്നത്. തിരുത്താനുണ്ടെങ്കിൽ തിരുത്തും. പക്ഷേ ഈ തിരുത്താൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ്, ചുരുങ്ങിയ മാസങ്ങൾ മാത്രം, 3-4 മാസങ്ങൾ മാത്രമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. സാധിക്കുമോ LDF-ന്? ഞാൻ പറഞ്ഞല്ലോ, 2010 തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്തിൽ UDF-നുണ്ടായ മുന്നേറ്റം പരിശോധിച്ചാൽ അന്ന് 99 സീറ്റിൽ UDF തിരിച്ചു വരേണ്ടതായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേവലമായി 71 സീറ്റിലാണ് UDF ജയിച്ചത്. എന്ന് മാത്രമല്ല, സംസ്ഥാനത്തെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ അന്ന് 2000 താഴെ വോട്ടിനാണ് UDF ജയിക്കുന്ന നിലയുണ്ടായത്, പേരാവൂർ ഉൾപ്പെടെ. അപ്പൊ അങ്ങനെ അന്ന് ആ 3 വാർഡ് മണ്ഡലങ്ങളിൽ കൂടി LDF ജയിച്ചിരുന്നുവെങ്കിൽ വീണ്ടും അച്യുതാനന്ദൻ ഗവൺമെന്റ് തുടരുമായിരുന്നു. 90 സീറ്റിൽ നിയമസഭാ ത്രിതല പഞ്ചായത്തിൽ UDF ജയിച്ച ഘട്ടത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഒരു അസ്വാഭാവികമായ കാര്യമല്ല. ഇവിടെ ചെറിയ ഒരു തിരിച്ചടി LDF-ന് ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. ആ തിരുത്തലുകൾ ഞങ്ങൾ വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് സ്വാഭാവികമായും അതിന് സമയമുണ്ട്. തീർച്ചയായും ഇത്തരത്തിൽ ഒരു ജനവിധി ഉണ്ടായത് തന്നെ LDF-ന് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇത് തിരിച്ചറിയാൻ, യഥാർത്ഥ വസ്തുതകൾ തിരിച്ചറിയാൻ LDF-ന് കിട്ടിയ ഒരു അവസരമാണ്. ആ ചെറിയ കാര്യങ്ങൾ തിരുത്തൽ വരുത്തി നിയമസഭയിൽ LDF വരും. അതിന് രണ്ടാമതായി അത് സംബന്ധിച്ച കാര്യം, ഇപ്പൊ എന്റെ സുഹൃത്തിനാകെ പറയാനുള്ള ഒരു ശബരിമല മാത്രമേ ഉള്ളൂ. വികസന രംഗത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത മാറ്റം ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റ് സ്വാഭാവികമായും തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനത തന്നെയായിരിക്കും കേരളത്തിൽ ഉണ്ടാകുക. ഒറ്റപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, കാരണം അത് ഇവര് പറഞ്ഞ പല കാര്യങ്ങളുണ്ടല്ലോ, പെട്ടെന്ന് പറഞ്ഞോളൂ. ചുരുക്കിയ മറുപടിയും കൂടെ. ഇവിടെ അഴിമതിയെ കുറിച്ചൊക്കെ പറഞ്ഞു, എന്ന് വെച്ചാൽ എന്തോ ക്ഷേത്രങ്ങളിൽ അഴിമതിയാന്ന് പറഞ്ഞു. ആകെ ഇവർക്ക് അതേ പറയാനുള്ളൂ. നമ്മുടെ PWD വകുപ്പ് എടുക്കുക, ചരിത്രത്തിൽ അഴിമതിയില്ലാത്തൊരു വകുപ്പായി മാറി. പോലീസ് വകുപ്പ് എടുക്കുക, ചരിത്രത്തിൽ ആദ്യമായി അഴിമതിയില്ലാത്ത വകുപ്പായി. മേൽത്തട്ട് അഴിമതി, ഗവൺമെന്റ് തലത്തിലുള്ള അഴിമതി പൂർണ്ണമായും അവസാനിപ്പിച്ച ഒരു ഘട്ടമായി കഴിഞ്ഞ 9 വർഷമായി പോവുകയാണ്. ഇനി മറ്റൊരു സംവിധാനമാണ് ഉണ്ടാവുമെങ്കിൽ നമുക്കറിയാമല്ലോ എന്താ സംഭവിക്കാന്ന്. അടി മുതൽ മോഡ് വരെ ഉള്ളവർ കൈക്കൂലി മേടിച്ച കഥകളും അതിന്റെ പാട്ടുകളും ഒക്കെ നമ്മൾ ഒരുപാട് പാടി നടന്നതാണ്. 10 വർഷം കഴിഞ്ഞുകൊണ്ട് എല്ലാവരും മറന്നുപോയതാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് വിപ്ലവകരമായ മാറ്റമുണ്ടാക്കിയ ഒരു ഗവൺമെന്റ് 10 വർഷം പൂർത്തിയാകുമ്പോൾ തീർച്ചയായും ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി മുന്നോട്ട് വന്നാൽ 2 കൈയും തെറ്റി ഇടതുപക്ഷ മുന്നണിയെ ഈ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും എന്ന് നല്ല വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കും. ശരി. ശ്രീ കല്ലിങ്കിൽ, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലേ ശ്രീ KJ ജോസഫ് പറയുന്നത്? 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, ഇതിലും വലിയ വിജയം UDF-നുണ്ടാകുന്നു. അന്ന് എല്ലാവരും പറഞ്ഞത് ഏതാണ്ട് 90 സീറ്റോളം നേടി 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്നായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് കഷ്ടിച്ച് കിട്ടിയത് 72 സീറ്റുകൾ മാത്രമാണ്. ഇത്തവണയും അതുപോലെ ആകാൻ 71. ഇത്തവണയും അതുപോലെ ആകില്ലെന്ന് പറയാൻ സാധിക്കുമോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? തീർച്ചയായും പറയാൻ സാധിക്കും. കാരണം അഴിമതി മറച്ചു വെക്കാൻ വേണ്ടി രാഹുൽ മാക്കൂട്ടത്തിനെ പോലുള്ള ആളുകളുടെ പേരിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് കൃത്രിമമായ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്.
ഇപ്പോഴും നമുക്കറിയാം കൂട്ടത്തിനെ പുകഴ്ത്തുവാണ്. രാഹുൽ മാക്കൂട്ടത്തിനെ പുകഴ്ത്തുന്നതല്ല. ഒരു ഉദാഹരണം പോലീസിൽ ഒന്നുമില്ല. പോലീസ് പച്ചയാണ്. നിങ്ങളുടെ UDF കൺവീനർ ദിലീപിനെ പുകഴ്ത്തുന്ന കണ്ടു. പൊതുവെ UDF നേതാക്കന്മാരുടെ ഒരു നിലപാട് അതാണ്. UDF നേതാക്കന്മാരെ രാഹുൽ മാക്കൂട്ടത്തിന് എന്തുകൊണ്ട് 2 സ്ഥലത്തുനിന്നും ബെയിൽ കിട്ടിയല്ലോ? രാഹുലിനെ ന്യായീകരിക്കുകയാണ് ശ്രീ കല്ലിങ്കിൽ. രാഹുലിനെ ന്യായീകരിക്കുന്നതല്ല, നമ്മൾ പച്ചയായി പോലീസിൽ ഒരു അഴിമതിയില്ല. പോലീസുകാര് ഈ ഭരണകാലത്ത് മുഴുവൻ നേർവഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ തെളിവാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതേ പോലീസിനെ ഏതെല്ലാം കാര്യങ്ങളിൽ നമുക്കറിയാം. എത്ര ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഇതിനകത്ത്. എന്തുകൊണ്ടാണ് നിങ്ങളൊരു MLA രാജിവെച്ചു പോയത്? നിങ്ങളൊരു MLA ഒരു പോലീസിന് നേരെ വിരൽ ചൂണ്ടിയപ്പോ ആ MLA ഗത്യന്തരമില്ലാതെ രാജിവെച്ച് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇല്ലേ? നമ്മൾ കണ്ടതല്ലേ കേരളത്തിലെ കാഴ്ച. അതുകൊണ്ട് പോലീസിൽ എന്റെ ജോസഫ് ഏട്ടൻ പറഞ്ഞതിൽ പോലീസിൽ യാതൊരു അഴിമതിയില്ല, പോലീസ് സംശുദ്ധമാണ് എന്ന് പറയുന്നതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു തരും. രാഹുൽ മാട്ടത്തിന് ന്യായീകരിച്ചതല്ല ഞാൻ. അതാ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു MLA എന്തുകൊണ്ട് രാജിവെച്ചു? ആ MLA സംരക്ഷിക്കാൻ പോലും നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് MLA സംരക്ഷിക്കാതായി. അതിന് പകരം പോലീസ് ഉദ്യോഗസ്ഥന് നമുക്കറിയാം 56 ലക്ഷത്തിന് ഫ്ലാറ്റ് വാങ്ങിയതും അതിന്റെ സോഴ്സ് ഓഫ് ഇൻകം എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ലാത്ത വിധിയൊക്കെ വന്നപ്പോ നമ്മൾ കണ്ടതല്ലേ. വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് തള്ളി. വിജിലൻസ് അന്വേഷണം നടത്തും. ആരാ വിജിലൻസ് അന്വേഷിക്കുന്നത്? ഏത് വിജിലൻസ് ആണ്? ഇവിടെ സ്വപ്നന്റെ കാര്യത്തിൽ എന്തൊക്കെ ഉണ്ടായി? എന്തൊക്കെ അന്വേഷണങ്ങൾ ഉണ്ടായി? എവിടെ പോയി? അതൊക്കെ പറയാതിരിക്കുകയാണ് ഭേദം. അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇതെല്ലാം ജനങ്ങൾ മറന്നോളും. ജനങ്ങൾ ഇതൊന്നും എല്ലാം മറന്ന് മുന്നോട്ട് വരും. നിങ്ങൾക്ക് വേണ്ടി ഓശാന പാടുമെന്ന് പറയുന്ന ആ ഒരു സ്ഥിതിവിശേഷം മാറ്റുന്നതായിരിക്കും നല്ലത്. നല്ല രീതിയിൽ ഭരണം കൊണ്ടുപോയാൽ നല്ലത്. ഭരണം മോശമാണ് എന്നുള്ളതിന്റെ തെളിവാണ് ജനങ്ങൾ വോട്ടിലൂടെ കാണിച്ചത്. ഭരണം മോശമാണ്. അത് ശബരിമലയായാലും മറ്റു കാര്യങ്ങളിലായാലും ഏതൊരു കാര്യത്തിൽ എടുത്തു നോക്കിയാലും ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ എല്ലാ കിറ്റും അതുപോലെ തന്നെ പെൻഷനും ഒക്കെ കൂട്ടിയിട്ടും നിങ്ങൾക്കെതിരെ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, എന്തുകൊണ്ട് തോറ്റു എന്ന് പച്ചയായി പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ഭരണം ഇനിയും മാറ്റാൻ സമയമുണ്ട്, 4 മാസം. ശരി. അവസാനമായി ശ്രീ AP ഗംഗാധരൻ, ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ നിങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയുണ്ടാകും BJPക്ക്. എത്ര സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടുമെന്ന് പ്രവചിക്കാമെന്ന് എനിക്കറിയില്ല. കാരണം അതൊന്നും നമുക്ക് പറഞ്ഞ് ശരിയില്ല. ഇപ്പോ വോട്ട് ചോരി എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ LDF UDF ഉത്തരേന്ത്യയിൽ. അറിയാലോ ഇവിടെ എന്താണ് അതിനെക്കുറിച്ച് പറയാത്തത്. 33 സീറ്റ് മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്തിൽ നേടി, ഒറ്റ സീറ്റ് പ്രതിപക്ഷമില്ല. എന്താണ് LDF പറയുന്നതിനെ കുറിച്ച്? UDF എന്താണ്? ഇവിടെ അവർ ജയിക്കുമ്പോ വോട്ട് ചോരിയൊന്നുമില്ല. കർണാടകത്തിൽ ജയിക്കുമ്പോ വോട്ട് ചോരിയില്ല. ഹിമാചൽ പ്രദേശിൽ ജയിക്കുമ്പോൾ വോട്ട് ചോരിയില്ല. തെലങ്കാനയിൽ ജയിക്കുമ്പോൾ വോട്ട് ചോരിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ ഈ ഒരു ഇത്തരം ഇങ്ങനെയുള്ള ഒരു കാര്യം പറയുന്ന ഇവരെ കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത്? ഇപ്പൊ കേരളത്തിൽ വോട്ട് ചോരി നടന്നിട്ടില്ല എന്ന് പറയാൻ ഇവർ തയ്യാറാണോ? അതേ ഇലക്ഷൻ കമ്മീഷന്റെ മിഷൻ ഉപയോഗിച്ചിട്ടല്ലേ ചെയ്യുന്നത്? ഞങ്ങളൊക്കെ അതിനകത്ത് ഈ ഇലക്ഷൻ കമ്മീഷനെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോ SIR നടന്നുകൊണ്ടിരിക്കുക. 25 ലക്ഷം പുറത്താണെന്നാണ് പറഞ്ഞത്. ഇന്നലെ നമ്മുടെ കണ്ണൂരിൽ തന്നെ കളക്ടറേറ്റിൽ യോഗം ഉണ്ടായ സമയത്ത് കുറെ വോട്ടുകൾ ഇവിടുന്നൊക്കെ വരാതിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചയുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന് വരെ അത് ആദ്യമായിട്ടാണ് 2014 നടന്നിരുന്നു. അന്നേരം ഒന്നും പറഞ്ഞില്ല. അതിന് മുമ്പ് 6ാമത്തെ തവണയായിട്ട് അന്ന് SIR ഇവിടെ നടപ്പിലാക്കുന്നത്. BJP നടപ്പിലാക്കുമ്പോൾ മാത്രം ഇതൊരു രോഗമല്ല ഇവരുടെ. അതായത് 2 പേർക്കും ഒരേ രോഗമാണ് ഇവരുടെ. ഇപ്പോ നമുക്കറിയാം, എന്നെ സംബന്ധിച്ച് ഞാൻ നമ്മുടെ പാർട്ടിയിലെ പ്രവർത്തനത്തിൽ BJPയുടെ ഒരു ഘടകകക്ഷി പോലെയാണ്. അതെന്താ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവാൻ? നിങ്ങൾ ഒന്നിച്ച് BP സിംഗിന് താങ്ങുന്ന സമയത്ത് എന്താ ഉണ്ടാവാൻ? UDF ആദ്യം ഈ പറയുന്നത് മൻമോഹൻ സിംഗിന് 5 വർഷം താങ്ങിയ സമയത്ത് എന്താ ഉണ്ടാവാൻ? ഇത് നിങ്ങളുടെ അസൂയയും അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണുകടി. അതായത് BJP ജയിക്കുമ്പോൾ കണ്ണുകടിയാണ് നിങ്ങൾക്ക്. അത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല, അതെന്തോ അട്ടിമറിയിലൂടെ വരുന്നതാ. അതാണ് നിങ്ങൾ ജയിക്കുന്നത് മാത്രം ജനാധിപത്യം, മറ്റുള്ളവരെ ജയിക്കുന്നതൊക്കെ ഏകാധിപത്യം എന്നൊക്കെ പറയുന്ന ഒരുതരം രോഗമുണ്ടല്ലോ, ഒരു ഞരമ്പ് രോഗം LDF UDF ഉണ്ട്. ഈ ഞരമ്പ് രോഗം കേരളത്തിലെ ജനങ്ങളെ അടുത്ത നിയമസഭയിൽ നിങ്ങൾക്ക് മാറ്റിത്തരും. എത്ര സീറ്റ് കിട്ടും അടുത്തതാണ് നിയമസഭയിൽ? എത്ര സീറ്റ് കിട്ടും ശ്രീ ഗംഗാധരൻ? ഞരമ്പ് രോഗം ഒരു പ്രതീക്ഷ ഉണ്ടാകില്ലേ? ഈ LDF UDF ഞരമ്പ് യോഗം
അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് 26 മെയ്യിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരും എന്നേ ഇപ്പൊ പറയാം. എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ശ്രീ എ പി ഗംഗാധരൻ? അതുകൂടി പറയും. സീറ്റൊന്നും പ്രവചിക്കേണ്ട ആളെന്നില്ല. എന്തായാലും ഇവരെ ജനമ്പ രോഗം ഇവിടെ തീർക്കും. ശരി. ഏറ്റുമുട്ടി ജയിക്കാൻ സമയക്കുറവുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഇത്തവണ LDF-ന്റെ തുടർഭരണ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുമോ എന്ന വിഷയമാണ് ഓപ്പൺ ഫോറം പരിശോധിച്ചത്. അത് തിരിച്ചടിയാവില്ല, LDF ശക്തമായി തന്നെ തിരിച്ചുവരുമെന്നാണ് CPM പ്രതിനിധി LDF പ്രതിനിധി ചർച്ചയിൽ അറിയിച്ചത്. എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അതേ ജനവിധി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നാണ് UDF-ന്റെ പ്രതിനിധി കോൺഗ്രസ് നേതാവ് കല്ലിങ്കൽ പത്മനാഭൻ പറയുന്നത്. ഒപ്പം BJP-യും വലിയ പ്രതീക്ഷ തന്നെ പ്രകടിപ്പിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ ചർച്ച ഇവിടെ സമാപിക്കുകയാണ്. എന്നിരുന്നാലും നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് ജനവിധി കണ്ടറിഞ്ഞ് തന്നെ കാണേണ്ടി വരും. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.